ക്ലയൻറ്റിൻ്റെ വിചാരം ഇതൊരു മാജിക്കാണെന്നാണ്. ദാ അങ്ങനെ കാണിച്ചാൽ തിരിച്ച് വരുമ്പോൾ ദാ ഫ്ലവേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് വരുമെന്ന്. ഈ സാധനം കടകളിൽ പോയി കറക്റ്റ് കളർ പർച്ചേസ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇത് ഓരോ ഫ്ലവറും ഹാൻഡ് മെയ്ഡാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓരോ കളർ അഡ്ജസ്റ്റ് ചെയ്യുക. കറക്റ്റ് ക്ലയൻറ്റ് ഏത് കളർ പറയുന്നോ ആ കളർ തന്നെ നമ്മൾ തപ്പി ഒരു കടയിൽ നിന്ന് കിട്ടുമോ ഈ സാധനം? പല കടകൾ കയറി ഇറങ്ങി തപ്പി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഓരോ പെറ്റൽസാക്കി തയ്ച്ച് അതെങ്ങനെ കുറച്ചും കൂടെ സ്പീഡാക്കാമെന്നൊക്കെ ആലോചിച്ച് ലാസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് തയ്ച്ചെത്തി. ഇത് പറയുമ്പോൾ എനിക്ക് ബ്രീത്ത് പോലും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. പക്ഷേ ഇത് നിങ്ങൾ അറിയണമെന്നുള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. എന്നിട്ട് അതങ്ങനെ തയ്ച്ച് വെച്ചിട്ട് ഇതേപോലെ ചുറ്റിയെടുത്തിട്ടാണ് ഓരോ ഫ്ലവറും ഉണ്ടാക്കുന്നത്. ഓരോ ഫ്ലവറിനും നമ്മളിവിടെ എത്ര മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളറിയണം. പിന്നെ ഇതേപോലെ കുറേ കമ്പി കട്ട് ചെയ്ത് മടക്കിയെടുത്ത് ആ ഫ്ലവറിൻ്റെ അകത്ത് കയറ്റി വെച്ച് അത് ഫ്ലവർ നമ്മൾ ഫിക്സ് ചെയ്ത് വേണം. ഇതേപോലെ ഒരു 2000 ഫ്ലവറോളം വേണമായിരുന്നു നമ്മൾ ഏറ്റെടുത്ത ഈ വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട്. ഇവിടെ ഈ വർക്കിന് എത്ര റേറ്റ് വരുമെന്നോ ഒന്നും എനിക്ക് കാര്യമായ ധാരണയില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞ റേറ്റ് ഞാൻ ഓക്കെ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബൾക്ക് എമൗണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് കിട്ടുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതിന് ശേഷമാണ് അവർ ഫ്ലവർ പറ്റില്ല, ഫ്ലവർ മാറ്റണം എന്ന് പറഞ്ഞ് ഈ ഫ്ലവർ ആക്കിയപ്പോഴത്തേനും ഒരുപാട് ഞാൻ അതിൻ്റെ അകത്ത് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അവർക്ക് അടുപ്പിച്ച് ഫ്ലവർ ക്രൗണിൽ വെക്കണമെന്ന് പറയുന്നു. ഒരു പള്ളിയുടെ വർക്കാണ്, പള്ളി പെരുന്നാളിൻ്റെ ടിയാരയുടെ വർക്കാണ്. ഇപ്പം അതിന് ഓരോ ഫ്ലവറും നമ്മൾ ബൈ ഹാൻഡാണ് ചെയ്തേക്കുന്നത്. ഹാൻഡ് വർക്കിന് എന്തോരം വാല്യൂ ഉണ്ടെന്നോ എന്നും ഞാൻ ചിന്തിച്ചില്ല. ഇതൊക്കെ ചെയ്തു വന്നപ്പോഴാണ് ഞാൻ ഇതിനു വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടെന്നും ആ കഷ്ടപ്പാടൊന്നും ആരും അറിഞ്ഞില്ലല്ലോ എന്നും ചിന്തിച്ചത്. ആ ഒരു വിഷമത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഫുള്ളി ഇൻഫെക്റ്റഡായിട്ട് നല്ല ഇൻഫെക്ഷനുണ്ട് ബോഡിക്ക്. IV ആൻറ്റിബയോട്ടിക്സ് കൊണ്ടിരിക്കുകയാണ്. ഈ വർക്ക് ഞാൻ ചെയ്യുന്ന ഡേ ആൻഡ് നൈറ്റാണ്. 24 hour വേണമെങ്കിൽ പറയാം. കാര്യം അങ്ങനെ ഇരുന്നാലേ തീരുള്ളൂ എന്ന് മനസ്സിലായപ്പം ഡേ ആൻഡ് നൈറ്റ് ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. അതിന് വേണ്ടി ഞാൻ ആദ്യം ഓർഡർ എടുത്തുവെങ്കിലും പിന്നീട് അത് റിസ്ക്കാണ് എന്നെനിക്ക് മനസ്സിലായപ്പം ഞാൻ അവരോട് പലതവണ പറഞ്ഞു, നിങ്ങൾക്ക് തന്നൊരു വാക്കിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. എന്നെക്കൊണ്ടിത് പറ്റണില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ വാക്ക് തന്നു, ആ വാക്ക് എനിക്ക് പാലിക്കണമല്ലോ. നിങ്ങൾക്ക് ഇത്രയും സാധനം നിങ്ങൾക്ക് തരിക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തു തരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്തു. എൻ്റെ കടയിലെ വർക്കുകളൊന്നും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. വന്ന വർക്കുകളൊന്നും ഞാൻ എടുത്തുമില്ല. കാര്യം ഇത് നമുക്ക് ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഇടയിൽ വേറെ വർക്കുകളൊന്നും എടുക്കാൻ പോസിബിൾ അല്ലായിരുന്നു. അങ്ങനെ ഈ വർക്ക് ഞാൻ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്തു തീർക്കാനായിട്ട് പരിശ്രമിച്ചു. കടയിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കടയിലിരുന്ന് വർക്ക് ചെയ്യും. വൈകിട്ട് വീട്ടിൽ വന്ന് അടുത്ത ദിവസം രാവിലെ വരെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യും. ഇതിനകത്ത് ഉറക്കമെന്ന് പറയുന്നത് കൂടിപ്പോയ 2 മണിക്കൂറൊക്കെ ഉറങ്ങുന്നത്. ആ രീതിക്ക് എൻ്റെ എനർജി ഞാൻ അവിടെ സ്പോയിൽ ചെയ്തുകൊണ്ടിരുന്നു. കാര്യം എനിക്ക് വേറെ ഓപ്ഷനില്ല. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത ക്രൗൺ. ഇവർ തരുന്ന എമൗണ്ട് 230 ആണ് പെർ ക്രൗണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ആകെയുള്ളൊരു കസ്റ്റമറെ ഈ ഒരു ഹൈനുമാണ് കേട്ടോ. നമ്മുടെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും. അപ്പോൾ ഇവർ തരുന്ന എമൗണ്ട് 230 റുപ്പീസാണ്. നിങ്ങൾ വിചാരിച്ച് നോക്കണം, ഒരു ഫ്ലവർ ഞാൻ ഉണ്ടാക്കാൻ ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരെന്നോട് മിനിമം പറയുന്ന 5 രൂപ 6 രൂപയാണ്. അപ്പം നമുക്ക് 2000 ഫ്ലവർ വേണം. ഞാൻ ഇത്ര ഫ്ലവർ വെച്ച് എങ്ങനെ ഇവർക്ക് കൊടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു.
കുറേയൊക്കെ എന്നോട് സ്നേഹമുള്ളവർ എനിക്ക് കുറേയൊക്കെ ചെയ്തു തന്നെങ്കിലും അവരെ കൊണ്ടൊന്നും തീർക്കാൻ പറ്റുന്നതായിരുന്നില്ല ഇത്. അതിൻ്റെ ഇടയിൽ നമുക്ക് റിബൺ ഷോർട്ടേജ് വന്നു. എറണാകുളം മൊത്തം അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് സാറ്റിൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ച് കട്ട് ചെയ്ത് 2 സൈഡ് ഉരുക്കിയാണ് നമ്മൾ ആ ഫ്ലവർ ചെയ്തത്. ഇതൊന്നും നമ്മുടെ കസ്റ്റമർ അറിയുന്നില്ല. ഇതിന് വേണ്ടിയൊക്കെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്താണെന്നോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നെന്നോ ഒന്നും അവരറിയുന്നില്ല. അവർക്ക് പറഞ്ഞ സാധനം കിട്ടുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യം. ഇത് ആക്ച്വലി ലോ പ്രൈസും കൂടെയാണ്, മനസ്സിലാക്കണം. അവർ പറയുന്ന രീതിയിൽ അട്ടിയടിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 450-500 രൂപയെങ്കിലും വേണ്ടി വരും. കാര്യം അത്രയും എഫേർട്ട് അതിനകത്ത് കിടന്ന് ചത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവസാന സ്റ്റേജൊക്കെ ആയപ്പോൾ ഞാൻ ടോട്ടലി വീക്കായി, ഉറക്കം പോയി, എല്ലാം പോയി. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയപ്പോൾ ടോട്ടലി ഞാൻ വീക്കായി. ഈ ഒരു ടൈം തൊട്ട് ഞാൻ എൻ്റെ ഇൻഫെക്ഷനൊക്കെ സ്റ്റാർട്ടായി തുടങ്ങി. ഏകദേശം നമ്മൾ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ച് ഒപ്പിച്ച് ക്രൗൺ നമ്മൾ സെറ്റ് ചെയ്തു. 107 ക്രൗൺ നമ്മൾ സെറ്റ് ചെയ്തു. നമ്മൾ അവർക്ക് കൊണ്ട് കൊടുത്തു. എൻ്റെ ഇൻഫെക്ഷൻ സ്റ്റാർട്ടായി. എന്നിട്ട് അവർ പറഞ്ഞു, അവരെനിക്ക് മെസ്സേജ് അയച്ചു. എല്ലാവരും മോശം അഭിപ്രായം പറഞ്ഞു, ഒന്നിനും കൊള്ളൂല, നല്ല രീതിക്ക് അടുക്കി വേണമായിരുന്നു, ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും, അത് നല്ല രീതിക്കാക്കി തിരിച്ചു തരണോ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. അല്ലാണ്ട് ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെനിക്ക് പൈസ തന്നില്ലെങ്കിലും വേണ്ടില്ല, എനിക്കിനി അതിൻ്റെ അകത്ത് കിടന്ന് പണിയാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അതിൻ്റെ അകത്ത് കിടന്ന് പണിതാൽ എൻ്റെ ജീവൻ പോവും. ആ രീതിക്ക് ഞാൻ വീക്കാണ്. എൻ്റെ ഹെൽത്ത് അത്ര വീക്കായി. ഞാൻ എടുത്ത എഫേർട്ട് ആരും കണ്ടില്ല. ഞാൻ എന്തോരം അതിന് വേണ്ടി ഓടിയെന്നും ആരും അറിഞ്ഞില്ല. ഇന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡാണ്. എൻ്റെ കണ്ടീഷൻ വളരെ വീക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന വർക്കിൻ്റെ വാല്യൂ എന്താണ്, നമ്മുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാമെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹെൽത്ത് ഉണ്ടെങ്കിലേ വെൽത്തുള്ളൂ. ആദ്യം ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രം ബാക്കിയുള്ള കാര്യം നോക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ വാല്യൂ, നമ്മുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്.